ഹലോ. എന്താ വിളിക്കാത്തെ? എന്നെയല്ലേ ആദ്യം വിളിക്കേണ്ടത്? ദാറ്റ്സ് നോട്ട് റൈറ്റ്. എന്നെ ഇങ്ങോട്ട് വിളിക്കണം. ഓക്കേ, ഇതാ വിളിച്ചിരിക്കുന്നു. ഞാൻ കേട്ടു. ഞാനും കേട്ടു. പക്ഷെ കേട്ടാ മാത്രം പോരാ, എനിക്ക് കാണണം. എനിക്കും. എന്നപ്പോ ഞാൻ അങ്ങോട്ട് വരട്ടെ? വന്നോ? വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഫസ്റ്റ് നൈറ്റ്. ഏയ് ബിവെയർ. അൺലോഫുൾ ഫസ്റ്റ് നൈറ്റ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. നൈറ്റ് ഫോട്ടോഗ്രാഫി ഇന്നൊന്നല്ലേ? അതെ. കർത്താവ് നാളെ 2. നാളെ അവറാച്ചൻ നമ്മുടെ കല്യാണം ഓർമ്മപ്പെടുത്തിയേക്കണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഇതെന്താ? ഷൂട്ട്. അതെന്തിനാ? വേണം. എന്തിനാണെന്നോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ വക്കാലത്ത് നാരായണൻകുട്ടി ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നല്ലേ അവകാശപ്പെടുന്നത്. എന്നിട്ട് പാതിരാക്ക് മതിൽ ചാടി പിൻവാതിലിലൂടെ ബാൽക്കണി വഴി കുക്കൂസ് നെസ്റ്റിലേക്ക് വന്നതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ്. വക്കാലത്ത് നാരായണൻകുട്ടി നിയമം ലംഘിച്ചു എന്നുള്ളതിന് എന്റെ കയ്യിലൊരു തെളിവ് വേണം. ഇതെന്തിനാ? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാ? അല്ല, ഇമെയിൽ ചെയ്യാനാ. ആർക്കാ? ലോകത്തുള്ള എല്ലാ റോമിയോ ആൻഡ് ജൂലിയൻ. നോ നോ നോ, 1 മാസം കാത്തിരുന്നേ പറ്റൂ. അതാ നിയമം. ലവ്ഫുൾ റിലേഷൻഷിപ്പ്. എന്തായടോ? ശരിയാ സാർ. സാറിന് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. രജിസ്റ്റർ ഓഫീസിന്റെ ബോർഡിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. വരൻ നാരായണൻകുട്ടി, വധു കുക്കു കുര്യൻ. ഇന്നേക്ക് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ലോഫുൾ മാരിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി 12 ദിവസം കൂടി. മാത്യു, വേഗം പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. പോസ്റ്റ്മോർട്ടമോ? എന്തിനാ നാരായണൻകുട്ടി? ഹൃദയാഘാതം കൊണ്ടാ മരിച്ചത്? അല്ല, പോസ്റ്റ്മോർട്ടം വേണം. സംശയാസ്പദമായി മരണപ്പെട്ടാൽ മരണകാരണം കണ്ടുപിടിക്കാനല്ലേ പോസ്റ്റ്മോർട്ടം? അതെ. എറണാകുളത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മരണം. രാവിലെ വാതിൽ തല്ലി തുറന്നപ്പോഴല്ലേ എല്ലാം അറിഞ്ഞത്. രാത്രി അച്ഛൻ കഴിച്ചത് എന്താണെന്ന് അറിയണം. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? സംശയം തോന്നുന്നു ആർക്കും. വ്യക്തമാക്കണം മാത്യു. പോസ്റ്റ്മോർട്ടം നിർബന്ധ. നിയമാനുസൃതമായിട്ട് എല്ലാം ക്ലിയർ ആക്കണം. ഈ ശരീരം എന്നെ കീറി മുറിച്ച് അച്ഛന്റെ മരണം ദുർമരണമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലേടാ? അല്ലേടാ? ആയിക്കോ കിട്ടിയ ഒരു നിയമം. അങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടും ഏട്ടാ. വേണ്ടമ്മേ, വേണ്ട, വേണ്ട, വേണ്ട. മതി മതി നാരായണ, എന്താ ഇത്? ഇത് ഇങ്ങനെ കുടിക്കാനുള്ളതല്ല. എനിക്കറിയാം.
നന്നായിട്ടറിയാം. എന്റെ അച്ഛൻ കുടിക്കുകയായിരുന്നു. ഞാനിതിപ്പോ കുടിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാന, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. മതി മതി, എഴുന്നേക്ക് എഴുന്നേക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ലടാ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. ഐ നോ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. നിയമമൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് അത്രേ ഉള്ളൂ. വാണിംഗ്, താക്കീത്. കുടിക്കരുത് നിയമത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നാരായണൻകുട്ടി അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ലടാ. നിയമം എന്നാ നിയമം നാരായണ? ജീവിതത്തിൽ ഒരേ ഒരു നിയമം സ്നേഹം. സ്നേഹിക്കാത്തവരാരും ജീവിച്ചിരിക്കുന്നവരല്ല നാരായണ. നീ ഒരു പച്ച മനുഷ്യനാ. നിനക്കറിയാം നാരായണ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഒട്ടുമുക്കാലും പ്രേതങ്ങളാ. ഇപ്പൊ കൊത്തി കൊത്തി എന്റെ മുറത്തിലും കയറി അവൻ കൊത്തി. സാറൊന്ന് എസ് മൂളിയാ മതി. സാറിന്റെ മുറത്തി കയറി കൊത്തിയ കാലം കോഴിയുടെ പപ്പും പൂടിയും പറിച്ച് കൈ തരും ഞാൻ. ഓ പറിക്കും പറിക്കും. അന്റെ തൊപ്പി കയറിക്കല്ലേട്ടാ. ഓന്റെ മുള്ളു നിയമാ. അതുകൊണ്ടാ അവൻ കുത്തണത്. ആ മുള്ളുകൊണ്ട് തന്നെ അവനെയും കുത്താൻ സാറേ. താൻ തെളിച്ചു പറയടോ. എന്റെ സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. 33 പേർ പീഡിപ്പിച്ച ഒരു 13-കാരിയുടെ പരാതി. അതുകൊണ്ട് പറ. 4-ാം പ്രതി ഒരു നാരായണം പോറ്റിയെ മാറ്റി നമുക്ക് കുട്ടിയാക്കാം. പോറ്റി മാറി കുട്ടിയാകുമ്പോൾ നാരായണൻ കുട്ടിയാവും. ഷെടാ, നിന്റെ തലയ്ക്കകത്തെ ചേറിന്റെ കൂടെ അല്പം തലച്ചോറും ഉണ്ട്. അത് വർക്കൗട്ട് ആവുമോ കുറുപ്പേ? അതും പെണ്ണ് കേസിൽ പെട്ട പ്രതി എന്ന് പറഞ്ഞ എന്റെ മോളം നല്ല ഒരു പെണ്ണും ഓനെ കെട്ടൂല, ഉറപ്പാ. അല്ല, ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ആ പെൺകുട്ടി നിരാകരിച്ചാലോ? അത്ര കടന്ന് ചിന്തിക്കണ്ട സാറേ. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അവൻ രക്ഷപ്പെട്ടോട്ടെ. നിരപരാധിയായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിക്കരുത്. താൻ എന്താടോ ഈ പറയുന്നേ? കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താടോ കാര്യം? അതിനേക്കാളും വലിയ ശിക്ഷ അവന് നാട്ടുകാർ കൊടുക്കും. അവൻ ഇക്കണ്ട കാലം ഉണ്ടാക്കിയ നല്ല പേര്, ഇമേജ്, മാനം ഒരൊറ്റ വാർത്ത ഫ്ലാഷായ മതി. വക്കാലത്ത് നാരായണൻകുട്ടി പെൺപീഡന കേസിൽ 4-ാം പ്രതി. ആ സെക്കൻഡ് മാനം കപ്പൽ കയറും. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ അനുഭവം ഇതാണ് സാർ. കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടാലും സമൂഹം ഒരിക്കൽ ശിക്ഷിച്ചാൽ ആ വിധിക്കെതിരെ ഒരു അപ്പീലില്ല സാറേ. ശരി ചന്ദ്ര, നീ അവന്റെ പേര് എഴുതി ചേർക്ക്. നിന്റെ പേനാത്തുമ്പിൽ അവന്റെ വിധി ഓറ്റി വെട്ടി കുട്ടിയാക്കി. നിന്റെ ഒരു മാന്യത സഞ്ജയ് നിൽക്കാൻ പ്രശ്നമല്ല. ഇരുട്ടത്തവന്റെ തന്നറ കണ്ടോ? 307 ക്രിമിനല തള്ളക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ തന്നെ വേണം. തിരിച്ചറിയാൻ മടുത്തരം പറയാം. നിനക്ക് വാറണ്ട് മാത്രല്ലടാ, എണ്ണി പഠിക്കാൻ അരികളും തിന്നു പഠിക്കാൻ ഗോതമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്തേ, എടുക്കണ ഫോട്ടോ. നിനക്ക് ഫോട്ടോ എടുക്കണ്ട, കൊറേ കാലായടാ നിന്റെ പ്രേതന്റെ ദേഹത്ത് കൂടിയിട്ട്. നിന്നെ ഞാൻ ശരിക്കും അങ്ങട് വക്കാലത്ത് നാരായണൻകുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ, മറ്റൊരു ചെറിയ പെൺകുട്ടിയെ, അത്രേ ഉള്ളൂ. ഒരു കൊച്ചു സ്ത്രീ പീഡനം. വക്കാലത്ത് നാരായണൻകുട്ടിയുടെ കിന്നാര ക്രൂരകൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പടം പിടിച്ചോടാ. പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പൊതിനച്ചിറ ലൈംഗിക പീഡന കേസിലെ 19 പ്രതികൾ അറസ്റ്റിൽ. പ്രതികളുടെ കൂട്ടത്തിൽ വക്കാലത്ത് നാരായണൻകുട്ടി, പ്രൊഫസർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ഡോക്ടർ ചിന്നസ്വാമി, അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു. നിരന്തരം പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീപീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു.
വാടി. നീ വിശ്വസിക്കണ്ട. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പത്രങ്ങൾക്ക് സത്യമല്ല, സെൻസേഷൻ ന്യൂസാണ് ആവശ്യം. അവരത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ ക്രൂരത എനിക്കില്ലടി. നീ ചെയ്തതോ എന്നെ അറിയിക്കാതെ റേഷൻ ഓഫീസിൽ പോയിരിക്കുന്നു. നീ ചെയ്തത് ക്രൂരത മാത്രമല്ല, സ്വന്തം തന്തയുടെ വഞ്ചനയുമാണ്. ഇഡിയറ്റ്. ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. കുട്ടി ഒരിക്കലും ആരും ചതിക്കില്ല. അവൻ തെളിയിക്കട്ടെടി. നിയമപരമായി തന്നെ തെളിയിക്കട്ടെ. നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി നിൽക്കുക. അതിന്റെ ചരട് എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാ അവന്റെ കളി.